ഈ കേസ് ഞങ്ങൾക്ക് വിട്ടേക്ക്. ഇവൻ ഞങ്ങളുടെ അപ്പച്ചിയുടെ മോനാ. നേരത്തെ അച്ഛൻ, ഇപ്പൊ അപ്പച്ചിയുടെ മോൻ. എല്ലാരും കൂടി കുളമാക്കി അടങ്ങുമല്ലേ? നാശം. എടാ കൊറേ കാലായി നിനക്ക് രണ്ട് തരണെന്ന് വിചാരിച്ചിട്ട്. എടാ പൂത്തക്കോടന്റെ മോനെ, നീ എന്തിനാടാ ഞങ്ങളുടെ യമുനയുടെ പടെടുത്തത്? മനസ്സുണ്ടായിട്ട് പോയി വല്ല പാറ്റയുടെയോ പല്ലിയുടെയോ പാറക്കൂട്ടത്തിന്റെയോ പടമെടുക്കാൻ പാടില്ലായിരുന്നോടാ പറട്ടെ. നിന്റെ തന്ത പൂത്തക്കോടനെ കാണിക്കാനാണോടാ യമുനയുടെ ഫോട്ടോ? കളിക്കാം നിന്നെ ചെന്ന് കൊല്ലാം. ആരാ ഫോൺ ചെയ്തത്? ആരാ പീഡിപ്പിച്ചത്? പീഡനത്തിനിരയായ മിസ് യമുന റാണി എവിടെ? ഇവിടെ ആരെയും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. എന്റെ അനുവാദം ഇല്ലാതെ ഹീറോയിന്റെ ഫോട്ടോ എടുത്തു. സമ്മതമില്ല. സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുന്നത് സ്ത്രീ പീഡനത്തിന്റെ വകുപ്പിൽ പെടും. എവിടെ അവൻ? അത് ശരി, മുണ്ടും ഷർട്ടും ഒക്കെ ഊരി കളഞ്ഞിട്ട് ബലാത്സംഗം നടത്തിയായിരുന്നു നിന്റെ ഉദ്ദേശം ഇല്ലടാ? ഞാനല്ല സർ, ഞാൻ ഫിലിം സ്റ്റാർ കൃഷ്ണകുമാർ. ഈ പടത്തിൽ ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നു. ഭ്രാന്തനായിട്ട് ജീവിക്കുന്നു എന്ന് പറ. ഒറിജിനൽ ഭ്രാന്തനെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ? ആരും ചിരിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. സാർ, ഇവനാണ് ഫോട്ടോ എടുത്തത്. ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്തു. വെരി ഗുഡ്. താങ്ക് യു. പേരെന്താ പറഞ്ഞത്? ഗോപകുമാർ. നീയൊക്കെ നിയമം കയ്യിലെടുക്കൂല. ഇതാണ് ഇടിവെട്ട് ഇന്ദ്രജിത്ത്, മനസ്സിലായോ? ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഏത് പാതിരാത്രിക്കും സ്ത്രീകൾക്ക് സ്വൈരമായിട്ടും സമാധാനമായിട്ടും വിഹരിക്കാം. ഞാൻ ഇവിടെ SI ആയിരിക്കുന്നിടത്തോളം കാലം സ്ത്രീ എന്റെ ഒരു വീക്ക്നെസ് ആണ്. കുംഭകോണം നടത്തിക്കോ, ഈ ഇന്ദ്രജിത്ത് കണ്ണടയ്ക്കും. കള്ളപ്പണവും കള്ളവാറ്റും ആയിക്കോ, ഇന്ദ്രജിത്ത് മൗനം പാലിക്കും. പക്ഷെ സ്ത്രീയുടെ പാതിവൃത്യത്തെ തൊട്ട് കളിച്ചാൽ ഞാൻ അഗ്നിയല്ല, അഗ്നി. സ്ത്രീ അവൾ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്, പ്രകൃതിയാണ്. അവൾ സർവസ്വമാണ്. ചേട്ടാ, SI അല്ലേ, സാരില്ല. സോറി പെങ്ങളെ. ബെസ്റ്റ് വിഷസ്. കർത്താവേ, ഇയാൾക്ക് വട്ടാന്നാ തോന്നണ. ഷൂട്ടിംഗ് നടത്തിക്കില്ലേ? ഇയാള് പഴയൊരു നാടക നടനാ. മിണ്ടണ്ട, സ്ഥലം SI അല്ലേ? കോൺസ്റ്റബിൾസ്, ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മൂക്ക് കൊണ്ട് തറയിൽ 1000 പ്രാവശ്യം അമ്മ എന്ന് എഴുതിച്ചിട്ട് വിട്ടേക്കും. എവിടെ യമുന റാണി? മൂക്കുകൊണ്ട് 1000 പ്രാവശ്യം അമ്മ അമ്മ. എക്സ്ക്യൂസ് മീ മാഡം, ഐ ആം ഇന്ദ്രജിത്ത്. ദാ ഒരു മനുഷ്യാധമൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച മാഡത്തിന്റെ അങ്കലാവണ്യം നശിപ്പിച്ചു കളഞ്ഞിരിക്കും. താങ്ക് യു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, മാഡത്തിന്റെ ഒരു ഓട്ടോഗ്രാഫ് എനിക്ക് വേണം. നോക്കണ്ട, മാഡത്തിന്റെ ഫോട്ടോ തന്നെയാണ്. മാഡത്തിന്റെ എല്ലാ ഫിലിംസും ഞാൻ കാണാറുണ്ട്. ഇനി ഷൂട്ടിംഗ് കഴിഞ്ഞ് മാഡം മടങ്ങുന്നവരെ മാഡത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക് യു ആൻഡ് സോ നൈസ് ഓഫ് യു. താങ്ക്സ്. ഇതുവരെ തല്ല് കൊടുത്തിട്ടേ ഉള്ളൂ, വാങ്ങിയിട്ടില്ല. കണ്ടവന്റെ തല്ലും വാങ്ങി പോലീസിന്റെ ഇടിയും കൊണ്ട് മൂക്കിന്റെ പാലവും തകർത്തോണ്ട് വന്നിരിക്കുന്നു എരപ്പാടി. നത്ത് ഇലയ്ക്കും പോലെ എന്തോന്നാടാ ഇത്? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറയടാ. അയ്യോ അച്ഛാ, പോലീസുകാർ ഇടിച്ചില്ല, മൂക്ക് കൊണ്ട് 100 പ്രാവശ്യം അമ്മ എന്നെഴുതിച്ചതേ ഉള്ളൂ എന്നാ ഏട്ടൻ പറയണേ. 100 അല്ല 1000 പ്രാവശ്യം എഴുതിച്ചു. നന്നായി. ഒരു പ്രാവശ്യമെങ്കിലും നീ എന്നെ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടോ? ആ ഇൻസ്പെക്ടർക്ക് നന്ദി പറയണം. പോസ്റ്റ്. അതെ അതെ, സത്യം എടുത്തി പറഞ്ഞത്. എന്താണ് 7 മണിക്ക് കറത്രേ? നാളെ സ്റ്റണ്ടാ. ഇന്നത്തെ ലവ് സീൻ കലക്കി. യമുന വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. യമുന റാണിക്ക് ഇപ്പൊ നമ്മളില്ലാതെ വയ്യതായിരിക്കും. നമുക്കും അങ്ങനെയാണല്ലോ. അച്ഛാ, യമുന റാണി പറയാണ്. അച്ഛാ, അമ്മാവാ അമ്മവാ. അച്ഛാ, 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 നമ്മുടെ അച്ഛൻ പോയടാ. ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കും? അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേട്ടാ എന്റെ അച്ഛാ. വടിയായില്ല. ഇല്ല, അച്ഛൻ ചത്തിട്ടില്ല മക്കളെ. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നുള്ള അവസ്ഥയായി. ഇതാ എന്താ
സിനിമാ നടന്മാർക്കൊന്നും നാവില്ലേ? ഫോൺ ബില്ല് എഴുതി വന്നിരിക്കുക, ചെറിയ തുകയുള്ളൂ, 24,639 റുപ്യ. അയ്യോ, 24,639 രൂപയെന്ന്. 24,639 രൂപയെന്ന്. വയറില്ലാത്ത മൊബൈലിന് ഇത്രയും രൂപയോ? ഇന്നാ നേരിട്ട് കണ്ട് പറയേണ്ടതും ഒരു കാർഡിൽ എഴുതി ഇടേണ്ടതും ഒക്കെ എല്ലാവരും ഫോണിലല്ലേ വെച്ച് താങ്ങിയത്. ഹോ, എന്തൊരു അത്യാവശ്യമായിരുന്നു ഫോണിന്. കൊണ്ടുപോയി അടക്കി. ആ, വീട്ടിൽ നിന്നായിരിക്കും. അച്ഛനും അമ്മയും വരണമെന്തോ. എന്റെ പറക്കോട്ട് ഭഗവതി, കല്ല് വെച്ച വള എവിടെയും ചോദിച്ചാൽ ഞാൻ എന്തൊരു സമാധാനം പറയും. ആ, താരം താരം തേരിൽ വന്നിറങ്ങുന്നു തീരം. എന്താ? ആശ്വാസം. കത്ത് എനിക്കല്ല, ഇന്ദുവിനാ. ഇന്ദു, ഇന്ദു എവിടെ ആനന്ദം? അവൾക്കൊരു കത്തുണ്ട്, മോളിക്ക് തെറ്റി എന്റെ കൊണ്ട് തന്നു. ഓ, എന്നാ ഏടത്തിക്കുള്ള കത്ത് എന്റെയിലാ കിട്ടിയിരിക്കണേ. പൊട്ടിച്ചെന്നേ ഉള്ളു, വായിച്ചില്ല കേട്ടോ. രണ്ടും ഒരുപോലത്തെ കത്ത്. നിനക്കൊരു കത്തുണ്ട് എന്തോ. കത്ത് എവിടെ എടുത്തി? രണ്ടാൾക്കും കത്തുണ്ടല്ലോ. കൗസല്യടുത്തിട്ട് വീട്ടിൽ നിന്നാ? നിനക്ക് ആരുടെ കത്താ ഇന്ദു? കാക്ക കരയണ കേട്ടപ്പോഴേ വിചാരിച്ചു ഒന്നീ കത്ത് വരും, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നു വരുമെന്ന്. ഇന്നലെ മുതൽ എന്റെ ഇടത്തെ കണ്ണ് തുടിക്കാൻ തുടങ്ങിയതാ. അപ്പോഴേ വിചാരിച്ചതാ ആരുടെങ്കിലും കണ്ണീര് കാണേണ്ടി വരുമെന്ന്. എന്താ ഇന്ദു വിശേഷിച്ച്? ഏടത്തിയുടെ കണ്ണു തുടിച്ചാ ഏടത്തിയാ കരയേണ്ടത്. ഏടത്തിക്കുണ്ടൊരു കത്ത്, അത് എനിക്കാ കിട്ടിയത്. ദാ വായിച്ചു നോക്ക്. എന്താ ആനന്ദം എഴുതിയിരിക്കുന്നത്? ചേച്ചിയുടെ കത്തിൽ എഴുതിയിരിക്കുന്ന അതേ വാചകം തന്നെ. സഹോദരി, നിങ്ങൾ 3 പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. അയാൾ ഇപ്പോൾ യമുനയുടെ മാസ്മര വലയത്തിൽ തീർത്തും അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രായം മറന്ന ഒരു പ്രണയ കാവ്യം തന്നെ അവർ രചിക്കുകയാണ്. അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകിയെ ഹരം കൊള്ളിക്കുന്നു. അയാൾക്ക് യമുനയെയോ യമുനയ്ക്ക് അയാളെയോ പിരിയാൻ കഴിയാത്ത വിധം ബന്ധം ദൃഢമായി കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറുമെന്നാണ് സൂചന. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. ഒരഭ്യുദയകാംക്ഷി. മൂന്നാൾക്കും ഒരേ കത്ത്. എന്തായാലും എന്റെ നന്ദേട്ടനാവില്ല. 5 പിള്ളേരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല. കൃഷ്ണേട്ടനല്ല, അല്പം സിനിമാ ഭ്രാന്തുണ്ടെങ്കിലും ഇങ്ങനത്തെ വീക്ക്നെസ് ഒന്നുമില്ല. ഗോപേട്ടൻ പോവാൻ ഇമ്മിണി പുളിക്കും. യമുനേക്കാൾ ചന്തം എനിക്കുണ്ടെന്ന് ഇന്നലെ രാത്രിയും പറഞ്ഞതാ. ഡാർജിലിംഗ് ഡാർജിലിംഗ് എന്ന് അത്രയും വിളിക്കില്ല. ഇനി നന്ദേട്ടനായിരിക്കുവോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? ആരായിരിക്കും ആ ഒരാൾ?